എല്ലാവർക്കും കോട്ടയം സിവിൽ സർവീസ് അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസിലേക്ക് സ്വാഗതം. നമ്മൾ പ്രധാനമായിട്ടും രണ്ട് ആർട്ടിക്കിളുകളാണ് ചർച്ച ചെയ്യുന്നത്. അതിൽ ഏറ്റവും ആദ്യത്തേത് ബിൽഡ് ബാക്ക് ബെറ്റർ വേൾഡ് ഇനിഷ്യേറ്റീവ് എന്നറിയപ്പെടുന്ന ഒരു പുതിയ ഇനിഷ്യേറ്റീവ്. G7 നേതൃത്വത്തിൽ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ നേതൃത്വത്തിൽ കൗണ്ടർ ചൈന ഇനിഷ്യേറ്റീവ് എന്ന തലത്തിൽ ചൈനയെ ഗ്ലോബൽ ലീഡർ എന്ന നിലയിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു വളർച്ചയിലേക്ക് ചൈനയെ എത്തുന്നതിൽ നിന്ന് തടയുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ബിൽഡ് ബാക്ക് ബെറ്റർ വേൾഡ് ഇനിഷ്യേറ്റീവ് എന്ന ഒരു പുതിയ പ്രോഗ്രാമുമായിട്ട് G7 രാജ്യങ്ങൾ വരുന്നത്. G7 രാജ്യങ്ങൾ, G20 രാജ്യങ്ങളും ഇന്ത്യയും G20യുടെ മെമ്പേഴ്സ് ആണ്. അപ്പോൾ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഉൾക്കൊള്ളുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യത്തിൽ ഏറ്റവും പരമപ്രധാനം എന്ന് പറയുന്നത് ചൈനയെ ഗ്ലോബൽ ലീഡർഷിപ്പിൽ നിന്നും കൗണ്ടർ ചെയ്യുക എന്നത് മാത്രമാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയിട്ട് ഇവിടെ ഓർക്കേണ്ടത്. എന്താണ് ബിൽഡ് ബാക്ക് ബെറ്റർ വേൾഡ് ഇനിഷ്യേറ്റീവ് എന്ന് നമുക്ക് നോക്കാം. It aims to address an infrastructure investment deficit in developing and lower income countries. പലപ്പോഴും രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ഡെവലപ്പിംഗ് വികസ്വര രാജ്യങ്ങൾ അല്ലെങ്കിൽ ലോവർ ഇൻകം രാജ്യങ്ങളിൽ ഉണ്ടാവുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലമാണ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റുകളിൽ ഉണ്ടാവുന്ന കുറവ് എന്ന് പറയുന്നത്. എന്താണ് ഈ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമുക്കൊരു 10,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ 10,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. എന്നാൽ 8,000 കോടി രൂപ മാത്രമാണ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിച്ചത്. ബാലൻസ് വരുന്നത് 2,000 കോടി രൂപയുടെ കമ്മി ഇവിടെ സംഭവിക്കുന്നുണ്ട്, ഈ ഒരു മേഖലയിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഇത് വിളിക്കുക ഡെഫിസിറ്റ് എന്ന് വിളിക്കുക. അപ്പൊ ഇത്തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഡെഫിസിറ്റുകളെ കൺട്രോൾ ചെയ്യുകയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രോബ്ലംസിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എവിടെ ഡെവലപ്പിംഗ് അല്ലെങ്കിൽ ലോവർ ഇൻകം രാജ്യങ്ങളിൽ ഇത്തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഡെഫിസിറ്റുകളെ കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ കൗണ്ടർ ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ B3W എന്ന ഇനിഷ്യേറ്റീവിന്റെ അല്ലെങ്കിൽ ബിൽഡ് ബാക്ക് ബെറ്റർ വേൾഡ് ഇനിഷ്യേറ്റീവ്സിന്റെ ഒന്നാമത്തെ ലക്ഷ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റേണ്ടത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ശ്രീലങ്ക, മാൽഡീവ്സ്, ഈ തുടങ്ങിയ രാജ്യങ്ങളൊക്കെയും ഒരു ലോവർ ഇൻകം രാജ്യങ്ങളാണ്. ഇവിടെയൊക്കെ ചൈന അവരുടെ ഒരു FDIയുടെ ഒരു വലിയൊരു ഫ്ലഡ് തന്നെ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ലോക രാജ്യങ്ങളിലെ അല്ലെങ്കിൽ ചെറിയ രാജ്യങ്ങളിലെ ഇൻവെസ്റ്റ്മെന്റ് ഗ്യാപ്പുകൾ ഫില്ല് ചെയ്യാൻ ചൈന എത്തുമ്പോൾ, പലപ്പോഴും ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് പോലുള്ള ഇനിഷ്യേറ്റീവ് വഴി അവരെത്തുമ്പോൾ നാളെ ആ ഒരു രാജ്യങ്ങളുടെ ഡെറ്റ് ട്രാപ്പിലേക്കും അല്ലെങ്കിൽ പിൽക്കാലത്ത് രാജ്യത്തിന്റെ പല ഭൂപ്രകൃതികളും, ഒരു സോവറിൻ രാജ്യത്തിന്റെ ഭൂപ്രകൃതികൾ പലതും ചൈനയുടെ അധിനിവേശത്തിലേക്ക് എത്തുകയും ഒരു പുതിയ കൊളോണിയൽ നയം ചൈനയുടെ നേതൃത്വത്തിൽ രൂപീകൃതമാകാനുമുള്ള സാധ്യതയുണ്ടെങ്കിൽ ആ സാധ്യതയെ കൗണ്ടർ ചെയ്യുക എന്ന ഉദ്ദേശം കൂടി എന്തിനുണ്ട്, B3W ഉണ്ട് എന്നതാണ് മറ്റൊരു വസ്തുതയായിട്ട് പറയുന്നത്. The space which has been increasingly captured by China through 2,600 BRI projects with trillions of dollars of investment. നമ്മൾ പറഞ്ഞു, ശ്രീലങ്കയുടെ ഒരു ഉദാഹരണം പറഞ്ഞു, ഹമ്പൻതോട്ട പോർട്ടിനെ കുറിച്ച് നമ്മൾ പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെയുള്ള ഇഷ്യൂസ് ആണ് നമ്മൾ ഇറാനിൽ സംഭവിക്കുന്നത്, പാകിസ്ഥാനിൽ സംഭവിക്കുന്നത്. ഇത്തരത്തിൽ വലിയ സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് എന്ന പേരിൽ രാജ്യത്തിന്റെ പല മേഖലകളിലേക്കും, ലോവർ ഇൻകം രാജ്യങ്ങളുടെ പല മേഖലകളിലേക്കും ചൈന ഈസ് ട്രൈങ് ടു ഇൻഫ്യൂസ് ദെയർ ഫണ്ട് ട്രില്യൻസ് ഓഫ് ഡോളേഴ്സ്. ഇത്തരത്തിലേക്ക് വരുമ്പോൾ പലപ്പോഴും തിരിച്ചടവുകൾ മുടങ്ങുകയും ഒരു ഡെറ്റ് ട്രാപ്പിലേക്ക് രാജ്യങ്ങൾ പോവുകയും ചെയ്യും. അത്തരത്തിലുള്ള സാഹചര്യം ഒഴിവാക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി US നേതൃത്വത്തിൽ മുന്നോട്ട് വന്നിരിക്കുന്ന പ്രോജക്റ്റ് ആണ് ബിൽഡ് ബാക്ക് ബെറ്റർ വേൾഡ് ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത്. BRI projects are perceived as a corrosive tactics of debt trap laid by China for its strategic dominance in trade, foreign policy and geopolitics in the world. നമ്മൾ ശ്രീലങ്ക എക്സാമ്പിൾ നമ്മളിവിടെ കണ്ടതാണ്. പലപ്പോഴും അവരുടെ പോർട്ടുകളും പല റീജിയൻസും 99 വർഷത്തേക്കുള്ള ലീസിലേക്ക് ചൈന ഏറ്റെടുക്കുകയുണ്ടായി. അപ്പൊ പലപ്പോഴും അവരുടെ സോവറിനിറ്റിയെ പോലും ചോദ്യം ചെയ്യുന്ന ഗുണഭോക്താവായിട്ടുള്ള രാജ്യത്തിന്റെ
പരമാധികാരത്തിനെ പോലും ചോദ്യം ചെയ്യുന്ന ഒന്നായിട്ട് പലപ്പോഴും എന്ത് മാറുന്നുണ്ട്? ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ്സ് മാറുന്നുണ്ട് ത്രൂ ദ പ്രോസസ് ഓഫ് ഡെപ്റ്റ് ട്രാപ്പ്. The overall focus is on developing transportation, logistics, and communication, which would reduce trade and transaction costs for China's trade, give more market access to Chinese markets, and ensure stable supply of energy and resources. For example, China പലപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുന്നത് അവരുടെ പ്രൊഡക്റ്റുകൾക്ക് പുഷ് ചെയ്യാനുള്ള ഒരു മാർക്കറ്റുകളെ ആണ് ഈ BRI കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിലുള്ള മൂവ്മെന്റുകൾക്ക് നോക്കുകയാണെങ്കിൽ പലപ്പോഴും അറിയാം എന്താണ് ഇൻഫ്രാസ്ട്രക്ചറിൽ ഉണ്ടാകുന്ന കുറവുകളാണ് പലപ്പോഴും ഈ മൂവ്മെന്റുകളെ തടസ്സപ്പെടുത്തുന്നത്. ഈ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റുകളിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ ലോണുകൾ കൊടുക്കുമ്പോൾ കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റുകൾ സംഭവിക്കുമ്പോൾ ജനങ്ങളുടെ മുൻപിൽ എന്താണ് ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ഡെവലപ്മെന്റ്. ബട്ട് ഇൻ ദ പെർസ്പെക്റ്റീവ് ഓഫ് ചൈന ഇറ്റ്സ് എ ട്രേഡ് റൂട്ട് ടു ഇൻഫ്യൂസ് ഇൻ ടു അതേഴ്സ് ഇക്കണോമി. അവരുടെ മറ്റൊരു രാജ്യത്തിന്റെ ഇക്കണോമിയിലേക്ക് ഇൻഫ്യൂസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഇൻഫിൽട്രേറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് ഈ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ ഇത്തരത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു ശ്രീലങ്ക എക്സാമ്പിൾ നമ്മുടെ മനസ്സിലുണ്ടാവണം while we considering BRI. This infrastructure plan is being led by United States. ഏത് Build Back Better World എന്ന ഇനിഷ്യേറ്റീവ് ആരുടെ നേതൃത്വത്തിലാണ്? It is led by United States of America. B3W initiative will provide a transparent infrastructure partnership to help narrow about $40 trillion needed by developing nation by 2035. It calls for spending of $100 billion in collaboration with the private sector while adhering to climate standards and labor practices. അതായത് മറ്റൊരു രാജ്യത്തിന്റെ പരമാധികാരത്തിനെ കൺട്രോൾ ചെയ്യാതെ വളരെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള മേഖലകളിൽ ഇത്തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റുകളിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ ഒരു ഇനിഷ്യേറ്റീവിന്റെ ലക്ഷ്യമായിട്ട് പറയുന്നത്. എന്നാൽ ഇതിന് മറ്റൊരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. We will have to respect climate standards. We will have to respect the labor practices of the said countries as well. ഈ രാജ്യങ്ങളുടെ ലേബർ പ്രാക്ടീസുകൾക്ക് അല്ലെങ്കിൽ അവരുടെ ക്ലൈമറ്റ് സ്റ്റാൻഡേർഡുകൾക്ക് അനുസൃതമായിട്ടുള്ള മേഖലകളിൽ കൂടി വേണം ഈ ഇൻവെസ്റ്റ്മെന്റുകൾ നടത്താൻ അല്ലെങ്കിൽ നടത്താൻ പ്ലാൻ ചെയ്യുന്നത്. The announcement is yet to made about how exactly the plan would work or how the capital it would ultimately allocate. ഇതിനൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ will have to wait for some more time. എന്താണ് ഇതിന്റെ പ്ലാൻ, എങ്ങനെയാണ് ഇതിന്റെ പ്ലാൻ, മോഡൽസ് ഓഫ് പ്ലാൻ എങ്ങനെയാണ് എന്നതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ്സിനെ പറ്റി. അതറിയാം, നമുക്ക് ഉദാഹരണം നോക്കിയാൽ ചൈന, ഇന്ത്യ രണ്ട് പ്രധാനപ്പെട്ട ഗ്ലോബൽ നേതൃത്വം ആഗ്രഹിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട രാജ്യങ്ങളാണ്. ഇവൻ ദോ ചൈന എന്ന രാജ്യം ഇന്ത്യൻ ഇക്കണോമിയേക്കാൾ വളരെ വലിയ ഒരു രാജ്യമാണ്, ഇക്കണോമിയാണ്. And hence they are trying to counter India by circumventing India in diplomatic ties. നമുക്കറിയാം പല രാജ്യങ്ങളുടെയും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു രാജ്യത്തിന്റെ ഇവിടെ ശ്രീലങ്ക എന്നൊരു രാജ്യമുണ്ട്, മാൽഡീവ്സ് ഇവിടെയുണ്ട്, ഇറാൻ, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിവിടെ ഉണ്ട്, ഈവൻ റഷ്യ ഉണ്ട്. ഇത്തരത്തിലുള്ള രാജ്യം പലപ്പോഴും എന്താണ് ശ്രീലങ്കയിലേക്ക് ഇൻവെസ്റ്റ്മെന്റിലേക്ക് വന്നു. ഹമ്പൻതോട്ട പോർട്ടുകൾ പോലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ്. അതുപോലെ തന്നെ ഈ ചൈന മാൽഡീവ്സിൽ ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തുന്നു. ചൈന എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ ഒരു ഓൾഡ് വെതർ ഫ്രണ്ട് ആണ്. അതുപോലെ തന്നെ എന്താണ് ഇന്ത്യയുടെ ഒരു CPEC കോംപ്രഹെൻസീവ് ഒരു കോറിഡോർ, എക്കണോമിക് കോറിഡോർ ചൈനയ്ക്ക് വേണ്ടി, ചൈന പാകിസ്ഥാൻ കണക്ഷന് വേണ്ടിയിട്ട് ഇന്ത്യയുടെ പാക് ഒക്യുപ്പൈഡ് കാശ്മീരിലൂടെ കൊണ്ടുപോകുന്നു. അതുപോലെ എന്താണ് ചൈന ഈസ് ട്രൈങ് ടു കൗണ്ടർ ഇന്ത്യ ഇൻ ഇറാൻ. ഇത്തരത്തിലുള്ള ഒരു രാജ്യങ്ങളെ കൗണ്ടർ ചെയ്യാനുള്ള ഒരു ഇനിഷ്യേറ്റീവ് ആയിട്ടാണ് പലപ്പോഴും ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ്സിനെ മനസ്സിലാക്കേണ്ടത്. രണ്ട്, രാജ്യങ്ങൾ പലപ്പോഴും ചൈന പലപ്പോഴും ബില്യൺസ് ഓഫ് ഡോളേഴ്സ് എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. പാകിസ്ഥാൻ, ഇറാൻ, ശ്രീലങ്ക, മാൽഡീവ്സ്, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിൽ, ഈവൻ പല സീഷെൽസിൽ പോലും എന്താണ് ഇങ്ങനെ ഇൻവെസ്റ്റ്മെന്റുകൾ ചെയ്യാൻ താല്പര്യപ്പെടുന്നു അല്ലെങ്കിൽ ചെയ്യുന്നു. പക്ഷെ പലപ്പോഴും ഈ രാജ്യങ്ങൾക്ക് തിരിച്ചടയ്ക്കാൻ മാത്രം കഴിവില്ലാത്ത അത്ര എമൗണ്ട് ആണ് രാജ്യങ്ങൾക്ക് അല്ലെങ്കിൽ ഇവർ FDI ആയിട്ട് കൊടുക്കുന്നത്. ഇത്തരത്തിലേക്ക് വരുമ്പോൾ എന്താണ് സംഭവിക്കുക? ഈ രാജ്യങ്ങൾ തിരിച്ചടയ്ക്കാനാവാതെ ഒരു ഡെപ്റ്റ് ട്രാപ്പിലേക്ക് എത്തുന്നു. ഈ ഡെപ്റ്റ് ട്രാപ്പിലേക്ക് എത്തുമ്പോൾ എന്താ സംഭവിക്കുക? ഇവർക്ക് തിരിച്ചടയ്ക്കാനുള്ള ബുദ്ധിമുട്ട് ഉള്ളത് കൊണ്ടും അവരുടെ സ്ഥലങ്ങൾ ലീസിലെടുക്കാൻ അല്ലെങ്കിൽ
വർഷങ്ങളിലേക്ക് നീണ്ട ഒരു ലീസിലേക്ക് രാജ്യം പോവുകയും ഈ രാജ്യത്തിന്റെ ഇൻവെസ്റ്റ്മെന്റുകൾ ഈ രാജ്യത്തിന്റെ അല്ലെങ്കിൽ ചൈനയുടെ പല ബേസ്മെന്റുകൾ ഇവിടെ ഉണ്ടാവുകയും ചെയ്യും. ദാറ്റ് വി ആർ വിറ്റ്നസിംഗ് ഇൻ ശ്രീലങ്ക, മാൽഡീവ്സ്, ഈവൻ ആഫ്രിക്കൻ നേഷൻസ് ആസ് വെൽ. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യമാണ് ചൈനയുടെ ഒരു ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത്. ഇറ്റ് വാസ് ലോഞ്ച് ഇൻ ദി ഇയർ 2013. It involves development and investment initiatives that would stretch from Asia to Europe and beyond. More than 100 countries have signed agreements with China to cooperate in BRI projects like railways, ports, highways, and other infrastructure. They predominantly invest in infrastructure investments. China's investments through BRI. Since its inception, outward investment has been aggressive as China's FDI outflow to inflow ratio increased to 1 from around 0.34 during 2010. Its volume in terms, the FDI outflow increased to an average of $140 billion in 2016-19 from an annual average of $25 billion during 2001-10. 2001-2010 കാലഘട്ടത്തിൽ പ്രധാനമായിട്ടും ഒരു വർഷത്തിൽ $25 ബില്യൺ ആണ് ഇൻവെസ്റ്റ്മെന്റുകളായിട്ട് പുറത്തേക്ക് പോയിരുന്നെങ്കിൽ 2016 itself around they outflowed $140 billion US dollars. China is investing in Africa to lay a comprehensive transport network. China also signed various contracts with the East Asian region for mainly focused on transportation, railways, roadways and waterways for better integration between China and ASEAN countries. നമ്മൾ ഇത് ഡിസ്കസ് ചെയ്ത ഒരു കാര്യം തന്നെയാണ് ഇവിടെ ഈ ഒരു മുന്നിലത്തെ ഈ സ്ലൈഡിൽ നമ്മൾ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. സിഗ്നിഫിക്കൻസ് ഓഫ് B3W. നമുക്ക് നോക്കാം എന്തുവാണ് ഇതുകൊണ്ട് ഇത്രയും BRI നിലവിൽ നിൽക്കുമ്പോൾ എന്താണ് B3Wന്റെ ലക്ഷ്യം എന്താണ് എന്നതിനെ കുറിച്ച് നോക്കാം. The re-emergence of China as a leading global power is considered to be one of the most significant geopolitical event of recent time, alongside 1991 fall of Soviet Union that entered the Cold War. In China 1979 ഏകദേശം ഇറ്റലിയേക്കാൾ ചെറിയ ഇക്കണോമി ആയിട്ട് നിലനിന്നിരുന്ന ഒരു രാജ്യമാണ്. But after opening to foreign investment, introducing market reforms, it has become the world's second largest economy and is largest global leader in range of new technologies as well. However, Western had failed to offer a positive alternative to the lack of transparency, poor environmental and labor standards, and coercive approach of Chinese government that had left many countries worse off. പലപ്പോഴും പല രാജ്യങ്ങളുടെയും മുകളിൽ ഇവരുടെ ഇൻവെസ്റ്റ്മെന്റുകൾ കൊണ്ടുള്ള പല ഹസാർഡസ് ഇഫക്റ്റുകളെയും കൗണ്ടർ ചെയ്യാൻ വെസ്റ്റേൺ രാജ്യങ്ങൾക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. 1979 ഇന്നത്തെ ഇറ്റലിയേക്കാൾ ചെറിയ ഒരു ഇക്കണോമി ആയിരുന്ന ഒരു രാജ്യമായിരുന്നു ചൈന. എന്നാൽ പല റീഫോംസ്, എക്കണോമിക് റീഫോംസ്, അതുപോലെ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റുകൾ, അവരുടെ മാർക്കറ്റ് റീഓർഗനൈസേഷൻ തുടങ്ങിയ പല റീഫോംസ് കൊണ്ടും ചൈന എന്തായും മാറി ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നു. Now they are in the race track of becoming the global leader. So we need to counter China's aspirations as well for a better world, so that under the leadership of China, United States of America, G7 nations came forward with B3W. That's so. ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? To counter proposal B3W is certainly a welcome step to contain adverse implications of China mega plan. However, B3W lacks coherent thoughts and proper planning at this stage. Nevertheless, it is better late than never. പലപ്പോഴും നമുക്കറിയാം ഇനിയും തീരുമാനങ്ങൾ B3W കുറിച്ച് പൂർണ്ണമായിട്ടുള്ള അർത്ഥത്തിൽ തീരുമാനങ്ങൾ വരാൻ നിൽക്കുന്നതേ ഉള്ളൂ. So we'll have to wait for a little more time until the plan is on. Moreover, it remains to seen that role India will play in the B3W since it has been strong opponents of China's BRI. So ഇന്ത്യക്ക് ഒരു വലിയൊരു അവസരമാണ് B3W നേരിടുക അല്ലെങ്കിൽ അതിനെ ലീഡ് ചെയ്യാനുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത്. The counter strategy is necessary to bring down Chinese leverage. A macro view of BRI projects across geography, quantum and pattern of investment clearly reflects the motive of China centric international economic integration, production network, hegemony in Asia Pacific region and eventually the global economy. ഏത് തലത്തിലും എന്താണ് ഇന്ത്യ BRI പ്രൊജക്ട് ചെയ്യാൻ അല്ലെങ്കിൽ
BRI പ്രൊജക്ടുകളെ കൗണ്ടർ ചെയ്യാൻ, ഇത്രയും വൈഡ് ആയിട്ട് കിടക്കുന്ന BRI പ്രൊജക്ടിനെ അല്ലെങ്കിൽ കൗണ്ടർ ചെയ്യാൻ B3W സാധിക്കും. അതിനെ ഇന്ത്യക്ക് നേതൃത്വം കൊടുക്കുവാൻ സാധിക്കാനുള്ള ഏറ്റവും വലിയ ഒരു സാഹചര്യമാണ് ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്നത്. സ്കൂൾ ഇന്നൊവേഷൻ അംബാസിഡർ ട്രെയിനിങ് പ്രോഗ്രാം, സ്കൂൾ ഇന്നൊവേഷൻ SIATP, School Innovation Ambassador Training Program. The Union Education Minister and Union Tribal Affairs Minister jointly launched the School Innovation Ambassador Training Program. ഇതൊരു പ്രിലിമിനറി പോയിന്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, ഇതൊന്ന് ഓർത്ത് വെക്കാം. The Ministry of Tribal Affairs has launched an Adi Prashikshan portal, which also a repository of training input. എന്തൊക്കെയാണെന്ന് നോക്കാം. is the innovative of one of its kind training program for school teachers aim at training 50,000 school teachers in innovation, entrepreneurship, intellectual property rights, IPR, design thinking, product development, idea generation, among others. It will make Indian teachers a change agents and ambassadors of innovation to make our students future ready. ഭാവിയിലെ കുഞ്ഞുങ്ങളുടെ വളർച്ചയിലും അവരുടെ വികാസത്തിലും ഊന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു അംബാസിഡേഴ്സ് ആയിട്ട് ടീച്ചേഴ്സിനെ വളർത്തിക്കൊണ്ടുവരുവാനുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാമിന്റെ ഭാഗമാണ് SITAP. Design. It has been designed by Innovation Cell of Ministry of Education and All India Council of Technical Education AICTE for school teachers, based on Innovation Ambassador Training Program for Higher Education institutions faculty members. 3 ആളുകളാണ് ഇതിനകത്തുണ്ടാവുക. ഒന്ന് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ഉണ്ട്, 2 AICTE ഉണ്ട്, ഇന്നോവേഷൻ പ്രോഗ്രാം ഫോർ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫാക്കൽറ്റി മെമ്പേഴ്സ്. 3 ആളുകൾ ചേർന്നിട്ടാണ് ഈ സാധ്യത ഡിസൈൻ ചെയ്തിരിക്കുന്നത്. The training will be delivered online mode only. It's collaborative effort by Ministry of Education Innovation Cell, Ministry of Tribal Affairs, Central Board of Secondary Education and AICTE. 4 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഉണ്ട്. ഒന്ന് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ഇന്നോവേഷൻ സെൽ ഉണ്ട്, മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സ് ഉണ്ട്, CBSE ഉണ്ട്, AICTE ഉണ്ട്. It will benefit a large number of schools for tribal children across the country by giving wings to the creativity of the children. It will nurture lots of students with innovation capabilities, develop a culture of innovation, and lay the foundation of new and vibrant India. The schools of Ekalavya Model Residential School will greatly benefit from SIATP, since it is also an endeavor of Tribal Affairs Ministry to give best possible education to tribal children. ഇതൊക്കെ ഒരു പ്രിലിമിനറി പെർസ്പെക്റ്റീവിൽ ഓർത്ത് വെക്കണം. പ്രിലിംസിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റുകൾ ഇങ്ങനെ തന്നെ ചോദിക്കാൻ സാധ്യതയുണ്ട്. EMRF, Ekalavya Model Residential School for Tribal Children, is another ambitious program under which 740 EMRs will be established in tribal dominated areas over the next 3 years. It was started in the year 1997-98 to impart quality education to tribal scheduled tribe. ഈ EMRS കുറിച്ച് ഓർത്ത് വെക്കുക. ഏകദേശം 3 വർഷത്തിനുണ്ട് 740 EMRS സ്കൂളുകളാണ് ഇവിടെ ഉണ്ടാകാൻ പോകുന്നത്. തുടങ്ങിയത് 1997-98 കാലഘട്ടത്തിലാണ്. ഇനി എന്താണ് 2 പ്രിലിമിനറി ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്ന്, with a reference to dowry, which of the following statement is or are correct? The Dowry Prohibition Act applies to person to all the religions in India. The Dowry Prohibition Act prohibits both giving and receiving of dowry. ഇതിൽ ഓപ്ഷൻ ഏതാണ് ശരി എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ C ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസേഴ്സ്. In this act, dowry means any property or valuable security given or agreed to be given either directly or indirectly. എന്താണ് ഡൗറി അല്ലെങ്കിൽ സ്ത്രീധനം എന്ന് പറയുന്നത്? ഈ സ്ത്രീധനം എന്ന് പറയുന്ന ഒരു വസ്തുതയെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് വിവാഹ സമയത്ത് ഒരു വിഭാഗത്തിന് അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾക്ക് കൊടുക്കുകയോ ഏതെങ്കിലും പ്രോപ്പർട്ടിയോ വാല്യുബിൾ സെക്യൂരിറ്റിയോ അല്ലെങ്കിൽ കൊടുക്കുകയോ കൊടുക്കാമെന്ന് ഏൽക്കുകയോ ചെയ്യുന്ന ഏതൊരു സാധ്യതയും എന്താണ് ഡവറിയുടെ മീനിങ്ങിൽ വരുന്നതാണ്. By one party to a marriage to other party to the marriage or, അതായത് എങ്ങനെയാണ് കൊടുക്കേണ്ടത്? ഒരാൾക്ക് മറ്റൊരാൾക്ക് കല്യാണത്തിന് വേണ്ടി മറ്റൊരാൾക്ക് കൊടുക്കുന്നതായിട്ടുള്ള, അതായത് 2 വിഭാഗം ആളുകൾ ഉണ്ടാവും. ഒരു മെയിലും ഉണ്ടാവും, ഫീമെയിലും ഉണ്ടാവും. അപ്പം ഈ മെയിലിന്റെ അല്ലെങ്കിൽ സാധാരണ രീതിയിൽ സ്ത്രീധനമായിട്ട് പറയുന്നത് ഫീമെയിലിന്റെ ഭാഗത്ത് നിന്ന് ഫാമിലിയിൽ നിന്ന്
മെയിലിന്റെ ഫാമിലിയിലേക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ കൊടുക്കാൻ തീരുമാനിക്കുന്ന ഏതൊരു വാല്യുബിൾ അസറ്റുകളും എന്തു തന്നെയാണ് ഡവറിയുടെ കീഴിൽ വരുന്നതാണ്. ബൈ പേരൻസ് ഓഫ് ഈതർ പാർട്ടി ഓഫ് മാരേജ് ഓർ ബൈ എനി അതർ പേഴ്സൺ to either party of to the marriage or to any other person at or before any time after the marriage in connection with the marriage of said parties, but does not include dower or mahar in the case of person to whom Muslim personal law Sharia applies. അതായത് മഹർ എന്ന് പറയുന്ന രീതിയിൽ കൊടുക്കുന്ന ഒഴികെ ബാക്കിയുള്ളത് എന്തും എന്താണ് ഈ ഒരു ഇതിന്റെ കീഴിൽ അല്ലെങ്കിൽ ഡവറിയുടെ കീഴിൽ വരുന്നതാണ്. The Dowry Prohibition Act prohibits the giving or taking of the dowry. കൊടുക്കുന്നതും വാങ്ങുന്നതും ശിക്ഷാർഹമാണ് ഡൗറി പ്രൊഹിബിഷൻ ആക്ട് പ്രകാരം. അതായത് ഏതെങ്കിലും വ്യക്തി കല്യാണത്തിന് മുൻപോ കല്യാണത്തിന് ശേഷമോ കല്യാണത്തിന്റെ പേരിലായിട്ട് മറ്റൊരാൾക്ക് അല്ലെങ്കിൽ മറ്റു പാർട്ടികൾക്ക് അല്ലെങ്കിൽ കല്യാണത്തിന്റെ ഇരു പാർട്ടികളിൽ ആർക്കെങ്കിലും കൊടുക്കുകയോ കൊടുക്കാമെന്ന് ഉറപ്പ് നൽകുകയോ ചെയ്യുന്ന ഏതൊരു വാല്യുബിൾ അസറ്റും എന്താണ് ഡവറിയാണ്. അടുത്തത് കൺസിഡർ ദി ഫോളോവിംഗ് സ്റ്റേറ്റ്മെന്റ്. Only elected members of Rajya Sabha assemblies can vote in Rajya Sabha election. Statement number 2. Vacancies that arise due to resignation, death or disqualification are filled up through by-polls, after which those elected serve out the remainder of their predecessors' term. The Rajya Sabha polls have a system of open ballot. Which of the above statement is or are correct? Lok Sabha members are elected directly by the voters. നമുക്ക് എല്ലാവർക്കും അറിയാം ലോക് സഭ മെമ്പേഴ്സിനെ നമ്മൾ വോട്ട് ചെയ്യാറുണ്ട്, നമ്മൾ നേരിട്ട് പോയിട്ടാണ് വോട്ട് ചെയ്യുക. എന്നാൽ രാജ്യസഭ മെമ്പേഴ്സിനെ ഇൻഡയറക്ട്ലി ഇലക്റ്റഡ് ആണ്. അതായത് നമ്മൾക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നത് ആരാണ്? രാജ്യസഭയിലേക്ക് വോട്ട് ചെയ്യുന്നത് MLA-മാരാണ്. മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ആണ് നമ്മൾക്ക് വേണ്ടി ഓൺ ബിഹാഫ് ഓഫ് ദി സെഡ് സ്റ്റേറ്റ് MLAs, legislative assembly members will be casting our vote. രാജ്യസഭ MP has a tenure of 6 years. നമുക്കറിയാം 6 വർഷമാണ് രാജ്യസഭ MP-യുടെ കാലാവധി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് രാജ്യസഭയ്ക്ക് കാലാവധിയില്ല. മൂന്നിൽ ഒന്ന് ആളുകൾ 2 വർഷം കൂടുമ്പോൾ എന്താവാറാണ്? പിരിഞ്ഞു പോവുകയാണ് അല്ലെങ്കിൽ റിട്ടയർ ചെയ്യുകയാണ് പതിവ്. The election held to fill a vacancy arising otherwise than by retirement of a member on the expiration of his term of office is called by-election. ഒരു വ്യക്തി എന്താണ് നോർമൽ 6 വർഷമാണ്, ഉദാഹരണം പറഞ്ഞാൽ 2022 മുതൽ 2028 വരെയാണ് ഒരു മെമ്പറിന്റെ കാലാവധി എന്ന് പറയുന്നത്. എന്നാൽ 2025 എന്ത് സംഭവിച്ചു? 2 കാര്യങ്ങൾ. 1, അദ്ദേഹം റിസൈൻ ചെയ്തു, അല്ലെങ്കിൽ 2, അദ്ദേഹം മരണപ്പെട്ടു, അല്ലെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കി. ഈ സാഹചര്യത്തിൽ എന്ത് ചെയ്യണം? നമുക്ക് വോട്ട് ചെയ്ത് രേഖപ്പെടുത്തണം, ആൾക്കാരെ ജയിപ്പിക്കണം. അത്തരത്തിൽ ഇടക്കാലത്തിൽ വോട്ട് നടത്തുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? ബൈ ഇലക്ഷൻ എന്ന് വിളിക്കുക. എ മെമ്പർ ഇലക്ടഡ് ഇൻ എ ബൈ ഇലക്ഷൻ റിമെയിൻസ് എ മെമ്പർ ഫോർ ദ റിമൈൻഡർ ഓഫ് ദ ടേം ഓഫ് ദ മെമ്പർ who had resigned or died or disqualified to be a member of house under the 10th schedule. അത് രാജ്യസഭയിലേക്കാണെങ്കിൽ അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ കാലാവധിക്ക് ബാക്കിയുള്ള കാലാവധിക്കായിരിക്കും ആ മെമ്പറിനെ നമ്മൾ ഇലക്ട് ചെയ്യുക. Article 80 clause 4 of the Constitution of India provides that the member of Rajya Sabha shall be elected by elected members of state legislative assemblies through the system of proportional representation by means of single transferable vote. ഇപ്പൊ നമ്മൾ രാജ്യസഭ അല്ലെങ്കിൽ കുറിച്ച് പഠിക്കുമ്പോൾ ഇതിന്റെ ഇലക്ഷൻ പ്രോസസ്സിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കും. പക്ഷെ ഇപ്പോൾ ഓർത്ത് വയ്ക്കുക, 80-4 ആർട്ടിക്കിൾ 80 ക്ലോസ് 4 ഇന്ത്യൻ ഭരണഘടന പറയുന്നു രാജ്യസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ നടത്തുക, അതായത് അവർക്ക് വോട്ട് കാസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഇതിൽ ഏതാണ് ഉത്തരം ശരി എന്നുള്ളതാണ് നമ്മളുടെ ചോദ്യം. Only elected members of state legislative assembly can vote in Rajya Sabha election. ശരിയാണ്. The vacancies that arise due to resignation, death or disqualification are filled up through by-polls. By-polls എന്താണ് നമ്മൾ പറഞ്ഞു? After which those elected serve out the remainder of the predecessor's term. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മുൻഗാമിയുടെ ബാലൻസ് ഉള്ള കാലഘട്ടങ്ങളിലായിരിക്കും അദ്ദേഹം MP ആയിട്ട് ഉണ്ടാവുക, അതായത് ബൈ ഇലക്ഷൻ വഴി വരുന്ന MP. The Rajya Sabha polls
have a system of open ballot. Statement number 3 ശരിയാണ്. അപ്പം ഓപ്ഷൻ ഡി 1, 2, 3 ആർ കറക്റ്റ്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ആർട്ടിക്കിളുകളായിട്ട് നമ്മൾ എടുത്തു പറയുന്നത്. കൃത്യമായിട്ട് വായിക്കാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുക. താങ്ക് യു ഓൾ ഫോർ യുവർ ടൈം. ഹാവ് എ ഗ്രേറ്റ് ഡേ.